മനുങ്ങള് വന്നിട്ടുണ്ട്. ഉവ്വോ, കൂടെ ഒരു ഭാര്യയുണ്ട്. ഭാര്യയോ? മനുങ്ങള് കല്യാണം കഴിച്ചു. എന്റെ ദേവി, ഞാൻ എന്തായി കേക്കണത്? കൂടെയുള്ളത് ഭാര്യയാണെന്ന് അവൻ പറഞ്ഞു. പറയും ചെയ്തു. ഇവിടെ ചേച്ചിയുടെ സാരി അടിച്ചു. ശിവ ശിവ, എന്താ ലക്ഷ്മി, ഞാൻ ഈ കേൾക്കുന്നൊക്കെ സത്യാണോ? എനിക്കൊന്നും അറിയില്ലമ്മേ. ഭാര്യയാണെന്ന് പറഞ്ഞ നമ്മുടെ മനു ഒരു പെണ്ണിനെയും കൂട്ടി വന്നിട്ടുണ്ട്. നീ കണ്ടുവോ? കണ്ടു. കാണാൻ എങ്ങനെയുണ്ട്? കാണാനൊരു ചന്തമൊക്കെയുണ്ട്. എന്നാലും അവനിതെങ്ങനെ തോന്നി എന്റെ ഭഗവാനെ? മുത്തശ്ശി ഇപ്പഴും ജീവിച്ചിരിക്കട്ടെ കള്ളി. എന്നെ നീ എന്നോട് മിണ്ടണ്ട. നിന്റെ എല്ലാ തോന്നിയാസനും കൂട്ടുന്ന ഞങ്ങളോട് തന്നെ നീ ഇത് കാണിക്കണം. ഹൈ, നിങ്ങളുടെ പറച്ചിൽ കേട്ടാ തോന്നും ഞാൻ ആരാണ്ട് ജോലിയൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് വന്നേക്കാന്ന്. സത്യം പറഞ്ഞ ഈ കല്യാണം കൊണ്ട് ഏറ്റവും ഗുണമുണ്ടായിരിക്കണം എന്റെ കരിയറിനാണ്. ലക്ഷ്മി, ഓ, ആ തേങ്ങ ഇട്ട് കഴിഞ്ഞോ? ആ 4 മണിക്ക് മുമ്പേ തീർന്നു. ദാ കൂട്ടിയിട്ടിരിക്കുന്നു. കായ്ഫലം കുറവാ. കുറെ പേടും ഉണ്ടായിരുന്നു. അപ്പൊ മണ്ണും ചതിക്കും. വന്നത് ഇനി തുടങ്ങാണോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ കല്യാണം കൊണ്ട് ഏറ്റവും അധികം ഗുണം എന്റെ ജോലിക്കാ. ചിലരൊക്കെ കാരണം എന്റെ 7-8 വർഷമാണ് നഷ്ടമായത്. അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഈ കല്യാണം വഴി 3-4 വർഷം കൊണ്ട് കിട്ടേണ്ട പ്രമോഷൻ ഞാൻ വെറും 3-4 മാസം കൊണ്ട് നേടിയെടുക്കും. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഞാനൊരു എടുത്താട്ടക്കാരനും പക്വതയില്ലാത്തവനുമാണെന്ന്. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. നിങ്ങളുടെ മോനെ ഞാനുണ്ടല്ലോ, ചുമ്മാ പറഞ്ഞോണ്ട് മാത്രം വെറുതെ വിടുക. അപ്പൊ മുത്തശ്ശി, 1 മാസത്തിനുള്ളിൽ വെറും C ലെവൽ എംപ്ലോയി ആയ എനിക്ക് B ലെവൽ എംപ്ലോയി ആയിട്ട് പ്രൊമോഷൻ കിട്ടും. പിന്നെ 1 വർഷത്തെ ട്രെയിനിങ് പീരീഡ്. അത് കഴിഞ്ഞ അവരെന്നെ എങ്ങോട്ട് അയക്കുന്നറിയോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. Hi, grandma. Mama. Let's have fun. I don't care my father coconut and താളകറി എന്നൊക്കെ പറഞ്ഞൊരു വരുവാനിങ്ങോട്ട് വരും. എന്തിനാന്നോ? ഈ നരകത്തിന്ന് നിങ്ങളെ രക്ഷിക്കാൻ. നിങ്ങൾ 2 പേരെ ഞാൻ അമേരിക്കക്ക് കൊണ്ടുപോകും. അവിടെ സ്വർഗമല്ലേ. നമ്മൾ അവിടെ ഇങ്ങനെ സൂയിച്ച് ജീവിക്കും. വേഗം ഡോക്ടറെ കാണിക്കണമെന്നല്ല, മൂത്തശ്ശയാവും. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. അയ്യേ, എന്തൊരു വൃത്തിയായിട്ട് ലാംഗ്വേജ് അത്.